മാനന്തവാടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കർണാടകയിൽ നിന്നുള്ള തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 6 മണിക്കൂറിലധികമായി ആന ഇങ്ങനെ ജനവാസ മേഖലയിലെത്തി ഭീതി വിതച്ച് തുടരുന്നു. എന്തായാലും ഇപ്പോൾ നിർണായകമായൊരു തീരുമാനം വന്നിരിക്കുകയാണ്. കളക്ടർ തന്നെ അക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഒറ്റയാനെ മയക്കുവെടിവെച്ച് വീഴ്ത്തുക, അതിനുശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോവുക എന്നതിലേക്കാണ് കടന്നിരിക്കുന്നത്. ദുഷ്കരമാണ് ദൗത്യം. എങ്കിലും നിർണായകമായ തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു. വനംവകുപ്പ് അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് പുതിയ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സുർജിത്ത്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ പറഞ്ഞ കാര്യം മയക്കുവെടി വെച്ച് പിടികൂടുക, അതിനുശേഷം കർണാടകയ്ക്ക് കൈമാറുക, കർണാടകയുടെ ആനയായതിനാൽ തന്നെ കർണാടകയ്ക്ക് കൈമാറുക എന്നുള്ള തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ആ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. കാരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങേണ്ടതുണ്ട്. ആ ഉത്തരവിൻ്റെ ശേഷമാകും, ഉത്തരവ് ലഭ്യമായാൽ മാത്രമേ മയക്കുവെടി വയ്ക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആന നിലവിൽ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. വാഴത്തോട്ടത്തിലാണ് ഇറങ്ങിയത്. പക്ഷേ വാഴ നശിപ്പിക്കുകയോ അങ്ങനെയൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അത് ഏതാണ്ട് അതിൻ്റെ അരികിലുള്ള ഒരു മരത്തണലിലേക്ക് മാറി ഏതാണ്ട് 1.5 മണിക്കൂർ നിലയുറപ്പിച്ചു. അതിനുശേഷം അത് നിലത്ത് ഇപ്പോൾ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഡാർട്ടിങ്ങിന് പറ്റിയ, മയക്കുവെടി വെക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് നടപ്പാക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. PM2വുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങൾ ഹൈക്കോടതി നടക്കുന്നു. ഇതെല്ലാം തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ച് ഈ ആശങ്ക ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ മയക്കുവെടി വെക്കുന്നതിലേക്കുള്ള ആ ഉത്തരവ് ഇറങ്ങാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഉത്തരവ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആന ഇവിടെ നിന്നും, ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തു നിന്ന് പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ വിധത്തിലുള്ള ആ ഉത്തരവിന് വേണ്ടി കാത്ത് നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഉള്ള ആളല്ലേ ചേട്ടാ? അല്ല, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്? കുറച്ചു നേരമായി നിൽക്കാൻ പോയിട്ട് ഇവർ മയക്കുവെടി വെക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ചുറ്റും ജനവാസം ഉള്ളത് കാണാം. ഇതിപ്പോൾ മയക്കുവെടി വെച്ച് ആനയല്ലേ ഇങ്ങോട്ട് മൊത്തം ടൗൺ ഏരിയ അല്ലേ. അതല്ലാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം വരും. പുറത്തിറങ്ങി പ്രശ്നം വരും. അത്രമാത്രം ജനനിബിഡമായിട്ടുള്ള ടൗണല്ലേ, ഇങ്ങോട്ടൊക്കെ ടൗണിലായിരുന്നു. നിങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളല്ലേ? നിങ്ങൾ എത്ര നേരമായിട്ട് ഇവർക്ക് ഇങ്ങനെ ആനയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളാണ് അല്ലേ? അതെ, മൊത്തത്തില് എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. ആശങ്കയുണ്ട്. അല്ല, ടൗൺ ഏരിയ അല്ലേ. നിങ്ങളൊക്കെ കുറേ നേരമായി ഇവിടെ? എത്ര നേരമായി വന്നിട്ട് ഇവിടെ? 2-3 മണിക്കൂറായി. എന്തായാലും ഈ ആളുകൾ ഇതുപോലെ തന്നെ ഇതിന്റെ പല ഭാഗത്തായി ആനകൾ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ചേട്ടാ, എന്താ അപ്പോൾ അവസ്ഥ നിലവിലിപ്പോൾ എന്താ, നമ്മൾ കുറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ ആന ഇപ്പം അവിടെ ചതുപ്പിലങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കുറേ അവിടെ തണുപ്പുള്ള സ്ഥലമാണ്, ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആനയെ നിൽക്കുന്ന വെച്ചാൽ ഒരു സേഫായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ചുറ്റും ജനങ്ങളാണ്, ഇതിൻ്റെ ചുറ്റും സറൗണ്ടായിട്ട് ജനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു സേഫ് കണ്ടീഷനാണ് നിൽക്കുന്നത്. ഇനി അതിനെ എങ്ങനെ ഇവിടുന്ന് മാറ്റാം എന്ന രീതിയാണ് നമുക്ക് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. കാരണം ചുറ്റും വനമില്ല. ചുറ്റും വനമല്ല. ഇവിടുന്ന് 10-12 കിലോമീറ്ററെങ്കിലും പാസ് ചെയ്യണം വനമേഖലയിൽ എത്തണമെങ്കിൽ. അപ്പോൾ അത് ഏത് രീതിയിൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് എങ്ങനെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിപ്പം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വനത്തിലേക്ക് വിടുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റും ജനങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മയക്കുവെടി വെച്ച് ഇവിടുന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് തോന്നുന്നു നമ്മൾ ഇതിൽ. എന്തായാലും ആളുകളുടെ പ്രതികരണവും ഈ തരത്തിൽ തന്നെയാണ്. മയക്കുവെടി വെച്ച് കൊണ്ടുപോവുക എന്നുള്ള തരത്തിലാണ്. ഇവരൊക്കെ ഈ പ്രദേശത്തെ നന്നായി അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുപോയി കളക്ടർ പറഞ്ഞ പോലെ തന്നെ അതിനെ കർണാടകയ്ക്ക് കൈമാറുക. കർണാടകയുടെ ആനയാണ്. ഹാസനിൽ കഴിഞ്ഞ ജനുവരി മാസം, കഴിഞ്ഞ ആഴ്ചകളായി പിടിച്ച ആനയാണ്. ആ ആന ഹാസനിൽ സ്ഥിരമായി കൃഷി നടക്കുന്ന മേഖലയിൽ എത്താറുള്ള ആനയാണ്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇതിനെ
ഇതിനെ പിടികൂടിയത്. മയക്കുവെടി വെച്ച ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് പിടികൂടിയത്. തണ്ണീർ എന്നുള്ള പേരും നൽകി. അതിനുശേഷം അതിനെ നാഗർഹോളെ വനത്തിലേക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ തുറന്നു വിട്ടു. നാഗർഹോളെ വനത്തിൽ നിന്നാണ് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ബ്രഹ്മഗിരി മലനിരകളും കടന്ന് അത് എത്തുന്നത് നേരെ തലപ്പുഴ മേഖലയിലേക്കാണ്. തലപ്പുഴയിൽ നിന്നാണ് ഇടവക പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ഇടവക പഞ്ചായത്തിൽ വനമില്ലാത്ത മേഖലയാണ്. ഏത് വിധത്തിലാണ് ഈ ആന കടന്നു വന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഏതാനും വാഴയും മറ്റും അങ്ങനത്തെ അല്പം നാശനഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. ഒരുപക്ഷെ അതിനുശേഷം ഇടവക പഞ്ചായത്തിൽ നിന്നും ഈ ആന മാനന്തവാടി പുഴ നീന്തി കടന്നുകൊണ്ട് മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയായിരുന്നു. നഗരത്തിൽ കോടതി പരിസരത്താണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിന്ന നിൽപ്പിൽ, അതായത് ആ കോടതി പരിസരത്ത് നിന്നും താഴേക്ക് കൊല്ലിയിലേക്ക് എത്തിച്ചു. ആ കൊല്ലിയിൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ ആന നിന്നിടത്ത് തന്നെ നിലയുറപ്പിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആനയുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുക പ്രായോഗികമല്ല. കാരണം അതൊരു ചതുപ്പ് ഉള്ള മേഖലയാണ്. ആ ചതുപ്പുള്ള മേഖലയിലാണ് ആന താഴ്ന്ന് അവിടെ തന്നെ കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വനംവകുപ്പ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ഈ വനംവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന നടപടിയിലേക്കാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾ കൂടുന്നു. മാത്രമല്ല നിരവധി ആളുകൾ ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് എത്തുന്നു, തടിച്ചുകൂടിയിരിക്കുന്നു. അങ്ങനെ സുജിത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാട്ടാനയെ മയക്കുവെടിവെക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ മാനന്തവാടി ടൗണിൽ കടകൾ അടപ്പിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം. മാനന്തവാടി ടൗണിൽ നിന്ന് സജോ ദേവസിയും ചേരുന്നു. സജോ, എന്തൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം? വേണു, കർശന ജാഗ്രതാ നിർദ്ദേശമാണ് മാനന്തവാടി നഗരത്തിൽ നൽകിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മാനന്തവാടി നഗരത്തിലാണ്. നേരെ ഈ കാണുന്ന ഈ കൊല്ലി പോലെ ഈ ഭാഗത്ത് ഈ താഴ്വാരത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗത്താണ് RRT സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസിൻ്റെയും ഒക്കെ സാന്നിധ്യം ഉള്ളത്. അതേസമയം നഗരമേഖലയിൽ നിരോധനാജ്ഞ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ കുറേയധികം വിദ്യാർത്ഥികൾ ഇതിനകം എത്തിയിട്ടുണ്ട്. അവർ സ്കൂളിൽ തുടരുക. മറ്റുള്ളവരൊന്നും ഇനി പുറത്തേക്ക് അനാവശ്യമായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് വരാതിരിക്കുക. ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തന്നെ ഇതിനകം അടച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ആനയെ തുരത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വനത്തിലേക്ക്, തൊട്ടടുത്തുള്ള ഒരു വനത്തിലേക്ക് തന്നെ ഒരു 10-12 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് ഇത് നഗരത്തിൽ തന്നെയാണ് എന്നതാണ് വലിയ. ഒപ്പം ഈ ആന നിലയുറപ്പിച്ച മേഖല മുഴുവൻ ജനവാസ മേഖലയാണ്. ധാരാളം വീടുകൾ അതിനപ്പുറത്തേക്കുണ്ട്. ഒപ്പം ഇത് നഗരമാണ്. നഗരത്തിൽ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഈ തുരത്തുക എന്നത് പ്രായോഗികമായ ഒരു സംഗതിയായി, അല്ലെങ്കിൽ അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതേസമയം ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ തന്നെ വലിയ തോതിലുള്ള ജാഗ്രത വേണം. കാരണം നഗരമേഖലയ്ക്കകത്താണ്, ജനവാസ മേഖലയിലാണ്, കൃഷിയിടമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ആളുകൾ ധാരാളമായി വാഹനത്തിൽ മറ്റുമൊക്കെ കടന്നു പോകേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് ഗതാഗത നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വാഹനങ്ങൾ നഗരത്തിൽ വൺ വേ ഒരുക്കി അതുവഴി മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ നഗര ഭാഗത്തേക്കൊന്നും വാഹനങ്ങളും കടത്തിവിടുന്നില്ല. അവിടെ പോലീസിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിലവിലൊരു ആശ്വാസകരമായ കാര്യം, ആന ഒരു ഘട്ടത്തിലും പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യമില്ല. തണ്ണീർക്കൊമ്പൻ ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യമില്ല. അത് ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം ഇതിൻ്റെ കൃത്യമായ ഹിസ്റ്ററി ഇതിനകം തന്നെ വനംവകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. കാരണം ഹാസനിലെ ബേലൂർ ഡിവിഷനിൽ അവിടെ നിന്ന് പിടികൂടി റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് പിന്നീട് നാഗർഹോള വന്യജീവി സങ്കേതത്തിനടുത്ത് തുറന്നു വിട്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച, ഈ മാസം തന്നെ 16-ാം തീയതി. അങ്ങനെ ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇത്രയധികം കിലോമീറ്റർ സഞ്ചരിച്ചു. ഒപ്പം അവിടെ നിന്നുള്ള ട്രാക്ക് റെക്കോർഡും, അതായത് ഹാസനിൽ ധാരാളമായി അത്തരം ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അവിടെ ഈ ആനയുടെ ട്രാക്ക് റെക്കോർഡ് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ആക്രമിച്ച ഒരു ഹിസ്റ്ററി, ഒപ്പം ഈ വന്ന സമയങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യവും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും മുൻകരുതലിൻ്റെ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന നിർദ്ദേശമാണ്. ഒപ്പം ഈ നിരോധനാജ്ഞ ഈ നഗരസഭാ മേഖലയിലും ഒപ്പം ഇടവക പഞ്ചായത്തിലും സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരോധനാജ്ഞ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവസ്ഥലത്തേക്ക് വരികയും അതിനാവശ്യമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം പൂർണ്ണമായും വലിയ തോതിൽ സജീവമാകുന്ന ഒരു മേഖലയാണ്. മറ്റ് പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ മറ്റിടങ്ങളിൽ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ആനയുടെ സാന്നിധ്യവും മറ്റുമൊക്കെ പല തരത്തിലുള്ള വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് മാനന്തവാടി. കാരണം ജനസാന്ദ്രത വളരെയധികം കൂടുതലാണ്. ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വീടുകൾ, അങ്ങനെ വലിയ തോതിൽ ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ തോതിൽ ആളുകളുടെ വലിയ ജനസാന്ദ്രത എപ്പോഴും വലിയ തോതിലുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട്
ഈ ഓപ്പറേഷനിലേക്ക് കടക്കുക, ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമെടുത്ത് വനം വകുപ്പ് ഒരു നടപടിയിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പ്രദേശത്തുള്ള മറ്റെന്തെങ്കിലും തരത്തിൽ നേരത്തെ കണ്ണൂരിൽ സമാനമായി ആനയെ തുരത്തുന്ന ഇടയിൽ ഒരു ദുരന്തം ഉണ്ടായതാണ്. നമുക്കറിയാം, അവിടെ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ആനയെ കാണാനെത്തിയ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒപ്പം മറ്റേതെങ്കിലും തരത്തിൽ ആന കൂടുതൽ പരിഭ്രാന്തനാകുന്ന ഒരു സാഹചര്യമോ അതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ആളുകളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹകരണം ആവശ്യമാണ്. യാത്രകളും മറ്റുമൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ ഉണ്ട്. അതൊഴികെ ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തന്നെ നിർദ്ദേശം നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുകയും ആ നിർദ്ദേശം പോലീസുകാർ തന്നെ വാഹനത്തിൽ അനൗൺസ് ചെയ്ത് വ്യാപാരികൾക്കെല്ലാം നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തന്നെ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഇതിനകം പൂർണ്ണമായും തന്നെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട് നഗരത്തിൽ. വേണം ശരി, മാനന്തവാടിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് സജോ ദേവസിയും സുർജിത് അയ്യപ്പത്തും നൽകിക്കൊണ്ടിരിക്കുന്നത്.